കള്ളും കഞ്ചാവുമായി ഇന്ന് ജീവിക്കുകയാണ്. ഇന്നത്തെ യുവതലമുറ ആര് പറഞ്ഞാലും അവൻ അനുസരിക്കില്ലടോ. അഹങ്കാരത്തോടെ ധിക്കാരത്തോടെ നടക്കുകയാണ്. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇന്ന് കുട്ടികളെ വല്ലാതെ ബാധിച്ചില്ലടോ. പടച്ചവനെ ഒരു ബോധവുമില്ലാതെ ജീവിക്കുകയാണ്. ഇന്നത്തെ മക്കളുടെ അവസ്ഥ കണ്ട വല്ലാത്ത പേടി തോന്നുന്നടോ. ചെറുപ്പക്കാരോട് എന്തെങ്കിലും പറയാ പേടിയാ സഹോദരാ. നിങ്ങൾ പത്രത്തിൽ വായിച്ചവരല്ലേ? പടച്ചവനെ വയനാട് താമരശ്ശേരിയിൽ അടിവാരം ഭാഗത്താണ് റബ്ബേ ഒരു ചെറുപ്പക്കാരനായ പൊന്നുമോൻ, ഉമ്മ വളരെ സ്നേഹത്തോടെ കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൻ, അല്ലാഹുവേ ഉമ്മയോട് പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരില് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ രോഗിയായ പാവപ്പെട്ട രോഗിയായ മാതാവിന് അടുത്ത വീട്ടിൽ ചെന്നിട്ട് വെട്ടുകത്ത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കുകയാ. സ്വന്തം ഉമ്മാനെ 10 മാസം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പെറ്റുമ്മാനെ വെട്ടിക്കൊല്ലുന്ന മക്കളുടെ കാലമാണ്. അല്ലാഹുവേ എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മാന് കൊടുത്ത സമ്മാനമാ, എനിക്ക് ജന്മം നൽകിയതിന്, എന്നെ പോറ്റി വളർത്തിയതിന് എന്റെ മാതാവിന് കൊടുത്ത സമ്മാനമാ. അല്ലാഹുവേ ഇന്നൊരു വീഡിയോ കണ്ട ചെറുപ്പക്കാരാ, പോലീസുകാരാ പൊന്നുമോനെ ആ ചെറുപ്പക്കാരനെ വാഹനത്തിന്റെ അകത്ത് കയറ്റിയിട്ട് സങ്കടമില്ലടോ. അല്ലാഹുവേ സ്വന്തം മാതാവിനെ വെട്ടി നുറുക്കി കൊന്നിട്ട് ഒരു കുറ്റബോധം പോലും അവന്റെ മനസ്സിനകത്തില്ലാതെ പോകുന്നു. ഇന്ന് കൊട്ടേശന്റെ കാലമാ, പേടിയില്ലടോ എന്ന് പറഞ്ഞാൽ എന്താ? എടോ നമ്മൾ ചെയ്യുന്ന ദുആയല്ല, ദുആ എന്താണെന്ന് ഖുർആൻ പറയാ. വയദുഊനനാ റഗബൻ വറഹബാ. ദുആ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറയുകയാണ്, അവർ ദുആ ചെയ്യുന്നവരാണ്. ദുആ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്? പഠിക്കണേ ചെറുപ്പക്കാരാ. ദുആ ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവാചകന്റെ ദുആ ഖുർആനിൽ പറയുകയാ. അതുകൊണ്ട് ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. പടച്ചവനെ, നിങ്ങൾ കടല് കണ്ടിട്ടുണ്ടല്ലോ? അതാ കടലിന്റെ തിരമാല അടിച്ചു വരുമ്പോൾ നമുക്ക് വല്ലാത്ത പേടിയാണ്. നമ്മൾ അതിന്റെ അടുക്കലേക്ക് പോകാറില്ല. എന്നാ നിങ്ങൾ കടലിന്റെ നടുക്ക് പോയിട്ടുണ്ടോ? കടലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ? എടോ, കടലിന്റെ ഉള്ളിലേക്ക് പോകും തോറും വല്ലാത്ത ആഴമാ, വല്ലാത്ത ആഴമാ. പടച്ചവനെ, നടുകടലിലെത്തിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനും നടുകടലിൽ വീണ് കഴിഞ്ഞാൽ അവൻ എത്ര നീന്തലറിയുന്നവനാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലടോ. പടച്ചവനെ, ആ കടലിലെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന മീനാണ് തിമിംഗലം. അത് കടലിലെ ഏറ്റവും വലിപ്പമുള്ള മീനാണ്. അത് കടലിലെ ഏറ്റവും വലിപ്പമുള്ള മീനാണ്. ആ പടച്ചവനെ, തിമിംഗലം എന്ന് പറയുന്ന മീനെങ്ങാണ് ഒരു മനുഷ്യനെ വിഴുങ്ങിയ രക്ഷപ്പെടുമോ ചെറുപ്പക്കാരാ? ബുദ്ധി ചിന്തിക്കടാ പൊന്നുമോനെ. കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനെങ്ങാണ് ഒരു മനുഷ്യനെ വിഴുങ്ങിയ സാധാരണ മീനല്ല, തിമിംഗലമാണ്. ആ മീന് വിഴുങ്ങിക്കഴിഞ്ഞാൽ എങ്ങനാടാ ചെറുപ്പക്കാരാ രക്ഷപ്പെടുന്നത്? പെങ്ങളെ, എങ്ങനെയാ രക്ഷപ്പെടുന്നത്? എന്നാൽ പടച്ചവനെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാം, പടച്ചവനെ അതാ കടലിലേക്ക് വലിച്ചെറിയുകയാണ്. യൂനുസ് നബിയെ കപ്പലിൽ നിന്ന് കടലിലേക്ക് വലിച്ചെറിയുകയാ. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന് അതാ തിമിംഗലം വിഴുങ്ങുകയാണ്. അതാ കടലിന്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ജീവിക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്ത് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കിടക്കുകയാണ്. പറമോനെ, രക്ഷപ്പെടുമോ? പറപെങ്ങളെ, രക്ഷപ്പെടുമോ? പറവാപ്പാ, രക്ഷപ്പെടുമോ? ഒരു സാധ്യതയെങ്കിലും രക്ഷപ്പെടാൻ ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടോ ചെറുപ്പക്കാരാ? ഒരു ശതമാനം പോലുമില്ലടാ, ഒരു ശതമാനം പോലുമില്ല. എന്നാൽ
യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് ആ യൂനുസ് നബി ദുആ ചെയ്യുകയാ. ആ യൂനുസ് നബി ദുആ ചെയ്യുകയാ. വനദാ ഫിൽ ളുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിബീൻ. ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനെ വിളിക്കുന്നു, അല്ലാ പടച്ചവനെ ആര് കൈവിട്ടാലും നീ എന്നെ കൈവിടല്ലേ അല്ലാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകനറിയാ പടച്ച റബ്ബ് കഴിവുള്ളവനാണ്, അല്ലാഹു സഹായിക്കുമെന്നറിയാ, അല്ലാഹു കൈവിടില്ലെന്നറിയാ. അതുകൊണ്ടാണ് പടച്ചവനെ ആ കടലിന്റെ അടിയിൽ കിടക്കുന്ന മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനദാ ഫിൽ ളുമാത്. യൂനുസ് നബി അവിടെ കിടന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹുവേ ഖുർആൻ തന്നെ പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂ. യൂനുസ് എങ്ങാനും അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് ഖുർആൻ തന്നെ പറയുമ്പോ, എടാ ചെറുപ്പക്കാരാ, ആഴ്ചകൾ കഴിഞ്ഞു ആ മീൻ തന്നെ യൂനുസ് നബി അലൈഹിസ്സലാമിന് ഒരു പോറൽ പോലുമില്ലാതെ ജീവനോടെ തിരിച്ച് കരയിലേക്ക് കൊണ്ടുവന്നു മടക്കി കൊടുത്തു എന്ന ചരിത്രം പറയുമ്പോ, ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാ ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് പ്രതീക്ഷ എന്ന് പറയുന്നത്, ഇതിനാണ് അല്ലാഹ് ആരാണെന്ന് മനസ്സിലാക്കാൻ പറയുന്നത്. ദുആ ചെയ്യുമ്പോ വേണ്ട ഒരു ഗുണമാണ് പ്രതീക്ഷ വേണമെടോ. എന്റെ റബ്ബെന്നെ സഹായിക്കും, എന്റെ റബ്ബെന്നെ കൈവിടൂല. ഈ ഒരു പ്രതീക്ഷയോടുകൂടി വേണം ദുആ ചെയ്യാ. അല്ലാതെ ചുമ്മാതെ കിടന്ന് ഷോകാടിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്താ? നിരാശയാടോ, നിരാശയാടോ. പടച്ചവനെ, അത് വൻ പാപമാണെന്നാണ്. നിരാശ സാധാരണ പാപമല്ല, അത് വൻ പാപമാണ്. പടച്ചവനെ നിസാരമായി കാണരുത്. എന്തേ അല്ലാഹു നിനക്കൊരു വീട് തരാൻ അല്ലാഹുവിന് കഴിയില്ലേ? നിന്റെ കഷ്ടപ്പാട് മാറ്റാൻ അല്ലാഹുവിന് കഴിയില്ലേ? നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിനൊരു നിമിഷം മതിയല്ലോ. നിന്നെ പണക്കാരനാക്കാൻ അല്ലാഹുവിനൊരു സെക്കൻഡ് മതിയല്ലോ. സഹോദരാ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന പെണ്ണ്, മക്കളെ തരാം നിന്നെ പടച്ച അല്ലാഹുവിന് കഴിവില്ല. പച്ച മണ്ണിൽ നിന്ന് ആദം നബിയെ പടച്ച അല്ലാഹ്, വാപ്പയും ഉമ്മയും ഇല്ലാതെ ആദം നബിയെ പടച്ച അല്ലാഹ്, ഉമ്മയില്ലാതെ ഹവ്വായിനെ പടച്ച അല്ലാഹ്, വാപ്പയില്ലാതെ ഈസാ നബിയെ പടച്ച അല്ലാഹ്. ആ അല്ലാഹുവിനെ നിനക്കൊരു സന്താനത്തിനെ തരാ കഴിയില്ലേ ചെറുപ്പക്കാരാ? എന്തിനാ മോനെ നിരാശ? എന്തിനാ ഉസ്താദേ? ഞാൻ ഒരുപാട് നന്മ ചെയ്യുന്നവനാ, ഞാൻ നിസ്കരിക്കുന്നവനാ, ഞാൻ നോമ്പ് പഠിക്കുന്നവനാ, ഏത് നല്ല കാര്യത്തിനും കൊടുക്കുന്നവനാ. അല്ലാഹു എനിക്കിത് തന്നല്ലോ. സങ്കടം പറയുന്ന മുസ്ലിമേ, എന്തിനാ സഹോദരാ നിരാശപ്പെടുന്നത്? ഈ സമുദായത്തിന് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശം നിരാശയാ. എന്റെ പടച്ചവൻ എനിക്ക് നീ വീട് തരാത്ത, മക്കളെ തരാത്ത, പ്രയാസം മാറ്റാത്ത? എടാ, അല്ലാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് ചങ്ങാതി. എടാ, മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ട്. നമ്മൾ പറയുന്നത് പടച്ചവനെ 35 40 45 വയസ്സുള്ള പെണ്ണ് പ്രസവിക്കൂലേ? ഭർത്താവ് പറയുന്നു എന്റെ കുഴപ്പമല്ല ഓളുടെ കുഴപ്പം, ഓള് പറയുന്നു എന്റെ കുഴപ്പമല്ല ഓന്റെ കുഴപ്പം. കൗണ്ടിങ് ഇല്ല, ഗർഭപാത്രം വികസിക്കുന്നില്ല, പീരീഡ്സ് നേരെയാകുന്നില്ല, അതാണ് ഇതാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുക.
പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താ. എന്റെ പൊന്നാര സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, എന്തേ നീ റബ്ബിനോട് ദുആ ചെയ്യാത്തെ? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നെങ്കിൽ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി. അല്ലാഹ് പറഞ്ഞില്ലേ, എന്നോട് ചോദിക്കടോ, ഞാൻ തരാം നിനക്ക്. ഇത് ആരെങ്കിലും ചെയ്ത വാഗ്ദാനമല്ല, അല്ലാഹ് ചെയ്ത വാഗ്ദാനം. അല്ലാഹ് പറയുന്നു, നീ എന്നോട് ചോദിക്കും, ഞാൻ തരാം. നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്ക. എങ്ങനെയാ ദുആ ചെയ്യണ്ടേ? ഈ പ്രയാസം അനുഭവിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ദുആ എന്ന് പറഞ്ഞ എന്താ? നിങ്ങൾ എന്താ കളിയും തമാശയാ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തന്റെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവർക്ക് രണ്ടുപേർക്കും മക്കളില്ല. എന്തായിരുന്നു കുഴപ്പം? കൗണ്ടിങ്ങാ? ഞാൻ ചോദിക്കട്ടെ, ആയിഷ ബീവിക്ക് നബിതങ്ങൾക്കും മക്കളില്ലായിരുന്നു. എന്തുകൊണ്ട്? നിങ്ങൾ പറ കാരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം. ഇവിടെ ദുആ എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമായ ഖുർആൻ പറയുക ദുആ എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ നമുക്കറിയാം ബൈത്തുൽ മുഖദ്ദസ്, അള്ളാഹു നമുക്ക് ചെന്ന് സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളി, ആ പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വളരുന്നുണ്ട്. ഞാൻ ഇരുന്നോട്ടെപ്പാ, ശ്വാസം മുട്ടുന്നുണ്ടോ? ഇരുന്നോട്ടെ. നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എനിക്ക് ഒന്നാമത് കഫക്കെട്ടുണ്ടോ? അതിനപ്പോ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു. ആരോ എഴുതി തന്നിട്ടുണ്ട് സിഹ്ർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ. പടച്ചവനെ, എന്നിട്ട് വേണേ എനിക്ക് മണി കിട്ടാൻ. സിഹ്ർ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ. അല്ലാഹു അഅലം. എടാ, ഒരല്പമെങ്കിലും ഈമാനുള്ളവൻ ഈ പണി ചെയ്യൂ? ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാനുള്ള ഒരാള് സിഹ്ർ ചെയ്യൂലടോ. ഒരൊറ്റ കാര്യം ഓർത്തോ, ഈ ചെയ്യുന്നവനൊന്നും നേരെയാകത്തില്ല. ഇതിനൊരു അവസാനമില്ല. ഞാൻ ഈ അടുത്ത് ചോദിച്ചു, ഈ സിഹ്ർ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്ന ഒരാൾ പറഞ്ഞു, ഇതിനൊരു അവസാനം ഇല്ല. ചെയ്തവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയുടെ മിഹ്റാബിനകത്ത് മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ വളരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പെൺകുട്ടി അവിടെ എത്തിയത്? ഈസാ നബിയുടെ ഉമ്മയാണ് മറിയം. മറിയമിന്റെ ഉമ്മയായ ഹന്നത്ത് ബീവി അവിടെ നിന്ന് ഗർഭിണിയായപ്പോ ഉമ്മ വിചാരിച്ചു ആൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ, എൻ്റെ മോനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം. അള്ളാഹ്, ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാന്ന്. പക്ഷെ പ്രസവിച്ചപ്പോ പെൺകുട്ടിയായി പോയി. പക്ഷെ ഉമ്മ പറഞ്ഞ വാക്കു പാലിച്ചു, പള്ളിക്ക് കൊടുത്തു. സക്കരിയ നബിയാണ് ഈ കുട്ടിയെ വളർത്തുന്നത്. സക്കരിയ നബി അലൈഹി സ്വലാമാണ് ഈ കുഞ്ഞിനെ വളർത്തുന്നത്. അങ്ങനെ മറിയം ഇങ്ങനെ പള്ളിക്കകത്ത് വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരിക്കൽ സക്കരിയ നബി അലൈഹി സ്വലാം പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി ചെല്ലുമ്പോ മറിയം ബീവി പഴം കഴിച്ചുകൊണ്ടിരിക്കുക. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന്, സക്കരിയ നബി വാങ്ങിച്ചു കൊടുത്തതല്ല. 2, ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും ആ പഴം കിട്ടത്തില്ല. ഒന്ന്, അതാ പറയുന്നത്, ഈ ചരിത്രത്തിനകത്ത് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു സാധനം നമ്മളുടെ മക്കളുടെ കയ്യിൽ കണ്ടാ ചോദിക്കണമെന്നാണ്. നമ്മൾ വാങ്ങിക്കൊടുക്കാത്ത ഒരു സാധനം നമ്മുടെ മക്കളുടെ കയ്യിൽ കണ്ട ഇതെവിടെ നിന്ന് എന്ന് ചോദിക്കണം. സക്കരിയ നബി വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു പഴമാണ് മറിയമിന്റെ കയ്യിലിരിക്കുന്നത്. 2, ആ പഴത്തിന്റെ പ്രത്യേകത, ഓരോ പഴത്തിനും സീസൺ ഉണ്ട്. ആപ്പിള്, ഓറഞ്ച്, മുന്തി, ഓരോന്നിനും സീസൺ ഉണ്ടല്ലോ. സക്കരിയ നബി നോക്കുമ്പോ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാ മറിയം തിന്നുന്നേ. അപ്പൊ ചോദിച്ചു, മോളെ മറിയമേ, ഇതെവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? മറിയമിന്റെ മറുപടി, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, എനിക്കെന്റെ റബ്ബ് തന്നതാ, ഇതെനിക്ക് അല്ലാഹ് തന്നതാ. സക്കരിയ നബി ചിന്തിക്കുകയാ, സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുത്ത അല്ലാഹ്
സീസൺ അല്ലാത്ത സമയത്ത് പഴം കൊടുത്തിരിക്കുന്ന പടച്ചവൻ. ഇനി നിങ്ങൾ സക്കരിയ നബിയുടെ ചരിത്രം വായിച്ചു നോക്കിക്കേ. സക്കരിയ നബി അലൈഹിസ്സലാമിന് വിവാഹം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി മക്കളില്ല. പ്രായം ചെന്നു സക്കരിയ നബിക്ക്. സക്കരിയ നബി അലൈഹിസ്സലാമിന് പ്രായമായി മക്കളില്ല, ഒരുപാട് കൊല്ലമായി. എന്റെ പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി തന്നെ അല്ലാഹുവിനോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയ നബി അല്ലാഹുവോട് പറയുകയാണ്, പ്രായമായി പടച്ചവനെ, എല്ലുകൾ പൊടിയുന്നു തമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് മക്കളില്ല അല്ലാ. 100 വയസ്സ് കഴിഞ്ഞു എന്ന് ചരിത്രം പറയുകയാണ്. സക്കരിയ നബിയുടെ പ്രായമാണ്. 100 വയസ്സ് കഴിഞ്ഞടോ, 100 വയസ്സ് കഴിഞ്ഞടോ. സക്കരിയ നബിയുടെ ഭാര്യയുടെ അവസ്ഥ എന്തെന്നറിയോ? അവർക്കും പ്രായമായി, അവർക്കും പ്രായമായി. സക്കരിയ നബി പറയുകയാ, വകാനത് ഇംറഅതി അഖിറാ. അല്ലാഹുവേ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളാണ് തമ്പുരാനെ, അവൾക്കും പ്രായമായി തമ്പുരാനെ. പെങ്ങളെ, 40ഉം 50ഉം വയസ്സ് കഴിഞ്ഞാൽ ഒരു പെണ്ണിന്റെ മെൻസസ് പോലും നിലച്ചു പോകുമല്ലോ. പിന്നെ എങ്ങനാ മക്കളുണ്ടാകുന്നത്? സക്കരിയ നബിയുടെ ഭാര്യയുടെ പ്രായം 92 വയസ്സാണെന്നൊക്കെ ചരിത്രം പറയുന്നു. എന്തായാലും അവർക്ക് പ്രായമായി. രണ്ടുപേരും പ്രായം ചെന്നവരാണ്, രണ്ടുപേരും പ്രായമായവരാണ്. സക്കരിയ നബി അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായി റബ്ബേ, ഒരുപാട് പ്രയാസങ്ങളും തടസ്സങ്ങളുമുണ്ട് തമ്പുരാനെ. അല്ലാ, ഇതുവരെ ഞങ്ങൾക്ക് മക്കളായില്ല റബ്ബേ. അല്ലാ, നിനക്ക് കഴിയുമല്ലാ, നിനക്ക് കഴിയുമല്ലാ, ഞങ്ങൾക്കൊരു പൊന്നുമോനെ തരണേ അല്ലാ. എപ്പോഴാ ചെറുപ്പക്കാരാ? 25-ാമത്തെ വയസ്സിലല്ല, 35-ാമത്തെ വയസ്സിലല്ല, 55-ാമത്തെ വയസ്സിലല്ല, 100 വയസ്സ് കഴിഞ്ഞ പ്രായം ചെന്ന പ്രവാചകന് അല്ലാഹുവിനോട് പറയുന്നു, എനിക്കൊരു മോനെ വേണം തമ്പുരാനെ, എനിക്കൊരു മോനെ വേണം തമ്പുരാനെ. നിനക്ക് കഴിയും തരാറ്, നിനക്ക് കഴിയും തരാറ്. സക്കരിയ നബി തന്റെ ഭാര്യയോട് ചെന്നിട്ട് പറഞ്ഞു, പെണ്ണേ, നീ പ്രസവിക്കാൻ പോവുകയാണ്, നിനക്കൊരു മകൻ ജനിക്കുമെന്ന് പറയുമ്പോ ആ ഭാര്യ പോലും ചോദിക്കുന്നു, ഈ പ്രായം ചെന്ന് എനിക്ക് വയസ്സാങ്കാലത്ത് അല്ലാഹുവേ മക്കളുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ചവനോട് ദുആ ചെയ്തപ്പോ അല്ലാഹു കൊടുത്തു ചെറുപ്പക്കാരാ. ആ പ്രായം ചെന്ന പ്രവാചകന് കരഞ്ഞു ദുആ ചെയ്തിട്ട് വാങ്ങിയ മകനാണ് മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. സാധാരണ ഒരു മകനല്ല, സാധാരണ ഒരു മകനല്ല. ആരാ പേര് വെച്ചതെന്നറിയുമോ? ആരാ പേര് വെച്ചതെന്നറിയുമോ? യഹ്യാ നബിക്ക് പേര് വെച്ചത് അല്ലാഹുവാണോ? അല്ലയാ യഹ്യാ എന്ന് പറയുന്ന പേര് പോലും വെച്ച് കൊടുത്തത് പടച്ചവനെ. അതാ പറയുന്ന ദുആ ചെയ്യാറ്. ദുആ എന്ന് പറഞ്ഞാൽ ഇതാണ്, ദുആ എന്ന് പറഞ്ഞാൽ ഇതാണ്. പ്രതീക്ഷ വേണം സഹോദരാ. മക്കളില്ലാത്തവരെ റബ്ബിനോട് ദുആ ചെയ്യണേ, റബ്ബിനോട് ദുആ ചെയ്യണേ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഭാര്യയായ സാറാ ബീവി, രണ്ടുപേർക്കും മക്കളില്ലായിരുന്നു. സാറാ ബീവിക്ക് മക്കളില്ലാതെയായി. അങ്ങനെയാണ് ഹാജറാ ബീവിയെ വിവാഹം കഴിച്ചത്. പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്തു, അല്ലാ റബ്ബി ഹബിലി മിനസ് സാലിഹീൻ.
അങ്ങനെ ദുആ ചെയ്തിട്ട് അല്ലാഹു കൊടുത്ത മകനാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. മറക്കാൻ കഴിയുമോ? പടച്ചവനെ മറക്കാൻ കഴിയുമോ? ഇസ്മായിൽ നബിയുടെ ചരിത്രം കേൾക്കുമ്പോ ഏതൊരു മനുഷ്യനും കൊതിച്ചു പോവുകയാണ്, എന്റെ മകൻ അങ്ങനെയായിരുന്നെങ്കിൽ, എന്റെ മകൻ ഇസ്മായിൽ നബിയെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയാണ്. ദുആ ചെയ്തിട്ട് വാങ്ങിയ മകനാണ്. പടച്ചവനെ ആ മകന്റെ മുമ്പിലാണ് പടച്ചവനെ ഇബ്രാഹിം നബി തോറ്റുപോയത്. അല്ലാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച പ്രവാചകരാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷേ പരാജയപ്പെട്ടു പോയത് തന്റെ പൊന്നാര മകന്റെ മുമ്പിലാ. എപ്പോഴാണ് പരാജയപ്പെട്ടതെന്നറിയോ? ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകന്റെ ചാരത്തേക്ക് വാപ്പ ഒരു ദിവസം കടന്നു വന്നിട്ട് പറഞ്ഞു, മോനെ അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാ, അല്ലാഹു നിന്നെ അറുത്തു കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാ. എന്റെ മോന്റെ അഭിപ്രായം എന്താ? 55 വയസ്സുള്ളവനോടല്ല, 40, 30, 25 വയസ്സുള്ളവനോടല്ല, ഓടിച്ചാടി വാപ്പയുടെ കൈപിടിച്ച് കളിച്ചുകൊണ്ട് നടക്കുന്ന 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന മകന്റെ കൈപിടിച്ചിട്ട് ഇബ്രാഹിം എന്ന് പറയുന്ന പിതാവ് ചോദിക്കുന്നു, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ, അഭിപ്രായമെന്താ? നിന്റെ അഭിപ്രായമെന്താ? ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹ്. അവിടെയാടോ ആ മറുപടി കേട്ടപ്പോഴാ തന്റെ പൊന്നാര മകന്റെ മറുപടി കേട്ടപ്പോ അല്ലാഹു പറയുന്നതനുസരിക്കുവാപ്പാ, എന്നെ അറുത്തു കൊടുക്കുവാപ്പാ. ഇബ്രാഹിം നബി കരഞ്ഞുപോയടോ. ഇതുപോലെ ഒരു മകനെ എനിക്ക് എന്റെ റബ്ബ് തന്നല്ലോ. അതാ ദുആ ചെയ്തിട്ട് കിട്ടുന്ന മക്കളങ്ങനാട് മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് വാങ്ങിയ മകനാണ് യഹ്യ. കാണുന്നില്ലടോ തന്റെ പൊന്നാര മകനെ കാണാതെ വന്നപ്പോ സക്കരിയാ നബി കഅബ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ ചെന്നിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബേ വയസ്സാം കാലത്ത് കിട്ടിയതാ പടച്ചവനെ, എന്റെ പൊന്നുമോനെ കാണുന്നില്ല തമ്പുരാനെ, എന്റെ പൊന്നുമോനെ കാണുന്നില്ല തമ്പുരാനെ, എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണേ അല്ലാ. സക്കരിയാ നബി ദുആ ചെയ്തിട്ട് മടങ്ങി വരുമ്പോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ്, ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുകയാണ്. പടച്ചവനെ ഖബർസ്ഥാനിലാണ് കരച്ചിൽ കേൾക്കുന്നത്. സക്കരിയാ നബി കരച്ചിൽ കേൾക്കുന്ന ഭാഗത്ത് ചെന്ന് നോക്കുമ്പോ, കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്ക് സക്കരിയാ നബി അലൈഹിസ്സലാം ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഒരു ഖബറിനകത്തിരുന്നു മകൻ കരയുകയാ. യഹ്യ എന്ന് പറയുന്ന പൊന്നുമോന് ഖബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. ഉപ്പ ചോദിക്കുന്നു, എന്തേ മോനെ, എവിടെയെല്ലാം അന്വേഷിച്ചു മോനെ, എന്തിനാ നീ ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് കരയുന്നത്? നീ ഖബറിന്റെ ചാരത്ത് വന്നിരുന്ന് കരയുന്നത് എന്തിനാ മോനെ? ഉപ്പാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇവിടെയാ, അവസാനം വന്ന് കിടക്കേണ്ടത് ഇവിടെയാ. പടച്ചവരെ, സക്കരിയാ നബി കരഞ്ഞു പോയടോ തന്റെ പൊന്നാര മകനെ ഓർത്തിട്ട്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഏ സഹോദരാ, ഏ സഹോദരി, അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഉസ്താദന്മാരെ കാണുമ്പോ, മഹാന്മാരെ കാണുമ്പോ, സയ്യിദന്മാരെ കാണുമ്പോ ഒന്ന് ഓടി വന്നിട്ട് പറയും, എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ, അവന്റെ തലയിലൊന്ന് കൈവെക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവുണ്ടല്ലോ, പൊന്നുമോന്റെ കൈ പിടിച്ചുകൊണ്ട് നബി തങ്ങളുടെ ചാരത്ത് വരികയാണ്. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ,
അനസ് ബിൻ മാലിക്കിന് വല്ലാത്ത സ്നേഹമാ നബിയേ, നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ, എന്റെ അനസിന് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, കണ്ണിന് കുളിർമയുള്ള സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ജീവിത മാർഗത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. നിബിതങ്ങൾ അവിടെ അനസ് ബിൻ മാലിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണമെങ്കിലും ചരിത്രം എടുത്തു നോക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു 103 കൊല്ലമാണ് ജീവിച്ചത്. 103ാമത്തെ വയസ്സിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. കാരണം നിബിതങ്ങൾ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തിരുന്നു. തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. 106 മക്കളാണ്. മക്കളും കൊച്ചുമക്കളുമായിട്ട് അനസ് ബിൻ മാലിക് തങ്ങൾക്ക് 106ഓളം മക്കളുണ്ടായിരുന്നു. റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കച്ചവടത്തിന് വേണ്ടി, ജീവിത മാർഗത്തിന് വേണ്ടി ദുആ ചെയ്തല്ലോ. മദീനയിലൊരു തോട്ടമുണ്ടോ, മദീനയിലൊരു ഈന്തപ്പന മരത്തോട്ടമുണ്ട്. എല്ലാവർക്കും വർഷത്തിലൊരിക്കലാണ് വിളവ് കിട്ടുന്നത്. വർഷത്തിലൊരിക്കലാണ് വിളവ് കിട്ടുന്നത്. എന്നാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയുടെ തോട്ടത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു. കാരണം നബി തങ്ങളുടെ ദുആയ, മുത്തുനബിയുടെ ദുആയ. അതുകൊണ്ട് ദുആ ചെയ്യണേ, തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ, സയ്യിദന്മാരെ നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മടി വേണ്ട, മടി വേണ്ട, മടി വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഏതു പ്രയാസവും മാറുമടോ, ഏത് സങ്കടവും മാറുമടോ. രോഗം മാറണോ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണോ, സമാധാനമുള്ള ജീവിതം വേണോ, സ്വാലിഹീങ്ങളായ മക്കള് വേണോ, നിന്റെ പ്രയാസം മാറണോ. അല്ലാഹുവിന്റെ ഖുർആൻ പരിഹാരം പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയാത്ത മരുന്നില്ലല്ലോ. മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, ഹസൻ ബസ്രി തങ്ങള് കുട്ടികൾക്ക് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ കയറി വരികയാണ്. തങ്ങളെ, മഴയില്ല തങ്ങളെ, വെള്ളമില്ല തങ്ങളെ, വല്ലാത്ത ക്ഷാമമാ തങ്ങളെ, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണം, ഒരു വഴി പറഞ്ഞു തരണം, ഒരു വഴി പറഞ്ഞു തരണം. ഹസൻ ബസ്രി തങ്ങളുടെ മറുപടി എന്തെന്നറിയുവോ? മഴ വേണോ, വെള്ളം വേണോ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ മതി, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ മതി. പടച്ചവനെ, രണ്ടാമതൊരു മനുഷ്യനെ കടന്നു വരികയാണ്. ഹസൻ ബസ്രി തങ്ങളോട് പറയുന്നു, തങ്ങളെ, കച്ചവടം മുഴുവനും പ്രയാസത്തിലാ, വല്ലാതെ സാമ്പത്തിക പ്രയാസമാ. അതുകൊണ്ട് ദുആ ചെയ്യണം, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ബർക്കത്ത് വേണോ, കച്ചവടത്തിന് അഭിവൃദ്ധി വേണോ? പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ. പടച്ചവനെ, കുറച്ചു കഴിഞ്ഞു മൂന്നാമതൊരാൾ വരികയാണ്. തങ്ങളെ, വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി തങ്ങള്, മക്കളില്ല തങ്ങള്, കുട്ടികളില്ല തങ്ങള്, ദുആ ചെയ്യണേ തങ്ങള്. ഒരു ദിക്ർ പറഞ്ഞു തരുമോ, ഒരു വഴി പറഞ്ഞു തരുമോ? മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ, അസ്തഗ്ഫിറുല്ലാ പറയാൻ പടച്ചവനെ ശിഷ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതമായി. എല്ലാവർക്കും ഒരേ മരുന്ന്. മഴയില്ലെന്ന് പറഞ്ഞപ്പോ, കച്ചവടത്തിൽ അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞപ്പോ, മക്കൾ വേണമെന്ന് പറഞ്ഞപ്പോ, എല്ലാവരോടും പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ. ശിഷ്യന്മാർ ചോദിക്കുന്ന, ഉസ്താദേ, എല്ലാവർക്കും ഒരു മരുന്നാണോ? ഞാൻ പറഞ്ഞതല്ല, അല്ലാഹ് പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ.
യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ല പറഞ്ഞ മരുന്ന മക്കള്, അല്ല പറഞ്ഞ മരുന്ന. അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ. അതുകൊണ്ട് ദുആ ചെയ്യാ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്നവര് നിങ്ങളിൽ അധികം പേരും പറയുന്ന ഒരു കാര്യമുണ്ടോ? ദുആ ചെയ്യുമ്പോ നിങ്ങൾ പറയുന്നത് ഉസ്താദേ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളാ, മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾ നടക്കണം ഉസ്താദ്, എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാ ദുആ ചെയ്യടേ, എൻ്റെ ആഗ്രഹം